ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസിന്റെ ഡേ 5 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് മെയിൻ പരീക്ഷയുടെ സിലബസ് ബേസ്ഡ് 5ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്ന് എന്തൊക്കെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് പഠിക്കുവാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് മലബാറും ദേശീയ പ്രസ്ഥാനവും ടൈം ലൈൻ ആണ്. ശ്രദ്ധിച്ചു പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് PSC ചോദിക്കുന്നതാണ് മലബാർ മേഖലയിലെ ദേശീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർഷങ്ങളും എവിടെയൊക്കെയാണ് ആ സമ്മേളനങ്ങൾ നടന്നതും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഒരു ടൈം ലൈൻ പോലെ നമുക്കങ്ങ് പഠിച്ചു പോകാം. മലബാറും ദേശീയ പ്രസ്ഥാനവും 1916 കോൺഗ്രസിന്റെയും ഹോം റൂൾ ലീഗിന്റെയും നേതൃത്വത്തിൽ മലബാറിലെ ആദ്യത്തെ സമ്മേളനം പാലക്കാട് നടക്കുന്നു. 1916 കോൺഗ്രസിന്റെയും ഹോം റൂൾ ലീഗിന്റെയും നേതൃത്വത്തില് മലബാറിൽ ആദ്യമായ ഒരു സമ്മേളനം നടക്കുന്നു. അത് എവിടെയാ നടന്നത്? ഇപ്പോഴത്തെ പാലക്കാട് ജില്ലയിലാണ് നടന്നത്. 1917 മുസ്ലിം ലീഗിന്റെ ശാഖകൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. 1917 മുസ്ലിം ലീഗിന്റെ ശാഖകൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. 1917 തന്നെയാണ് CP രാമസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത്. 1917 തന്നെയാണ് CP രാമസ്വാമി അയ്യരുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. 1918 ആസാദ് അലി ഖാൻ ബഹദൂറിന്റെ അധ്യക്ഷതയിൽ തലശ്ശേരിയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നു. 1918 ആസാദ് അലി ഖാൻ ബഹദൂറിന്റെ അധ്യക്ഷതയിൽ തലശ്ശേരിയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നു. 1919 KP രാമൻ മേനോന്റെ അധ്യക്ഷതയിൽ വടകരയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നു. 1919 KP രാമൻ മേനോന്റെ അധ്യക്ഷതയിൽ വടകരയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടക്കുകയും ചെയ്തു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 1916 കോൺഗ്രസിന്റെയും ഹോം റൂൾ ലീഗിന്റെയും നേതൃത്വത്തില് മലബാറിലെ ആദ്യത്തെ സമ്മേളനം പാലക്കാട് നടക്കുന്നു. 1917 മുസ്ലിം ലീഗിന്റെ ശാഖകൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. 1917 തന്നെ CP രാമസ്വാമി അയ്യരുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നു. 1918 ആസാദ് അലി ഖാൻ ബഹദൂറിന്റെ അധ്യക്ഷതയിൽ തലശ്ശേരിയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നു. 1919 KP രാമൻ മേനോന്റെ അധ്യക്ഷതയിൽ വടകരയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നു. 1920 കസ്തൂരി രംഗ അയ്യരുടെ അധ്യക്ഷതയിൽ മഞ്ചേരിയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നു. 1920 കസ്തൂരി രംഗ അയ്യരുടെ അധ്യക്ഷതയിൽ മഞ്ചേരിയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നു. 5ാം മലബാർ രാഷ്ട്രീയ സമ്മേളനമായിരുന്നു 1920 കസ്തൂരി രംഗ അയ്യരുടെ അധ്യക്ഷതയിൽ മഞ്ചേരിയിൽ നടന്നത്. ഓർത്തോളണേ, 5ാം മലബാർ രാഷ്ട്രീയ സമ്മേളനമായിരുന്നു 1920 കസ്തൂരി രംഗ അയ്യരുടെ അധ്യക്ഷതയിൽ മഞ്ചേരിയിൽ നടന്നത്. കേരളത്തിലെ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന രാഷ്ട്രീയ സമ്മേളനമായിരുന്നു മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന രാഷ്ട്രീയ സമ്മേളനമായിരുന്നു മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം. നമുക്കറിയാം സൂറത്ത് സ്പ്ലിറ്റിനെ പറ്റിയിട്ട് കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ സമ്മേളനമായിരുന്നു സൂറത്ത് സമ്മേളനം. അതുപോലെ കേരളത്തിൽ സംഭവിച്ചു. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. 1920 കസ്തൂരി രംഗ അയ്യരുടെ അധ്യക്ഷതയിൽ മഞ്ചേരിയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നു. 5ാം മലബാർ രാഷ്ട്രീയ സമ്മേളനമായിരുന്നു 1920 കസ്തൂരി രംഗ അയ്യരുടെ അധ്യക്ഷതയിൽ മഞ്ചേരിയിൽ നടന്നത്. കേരളത്തിലെ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന രാഷ്ട്രീയ സമ്മേളനം എന്ന് ചോദിച്ചാൽ അത് മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനമാണ്. പഠിക്കുക. ഇനി എന്തുകൊണ്ടാണ് 1920 മഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനം കേരളത്തിന്റെ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാല്
ഇന്ത്യ സ്വയംഭരണത്തിന് തയ്യാറാണെന്നും മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ നിരാശാജനകവും അസ്വീകാര്യവുമാണ് എന്ന് KP രാമൻ മേനോൻ പ്രമേയം അവതരിപ്പിച്ചത് മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഇന്ത്യ സ്വയംഭരണത്തിന് തയ്യാറാണെന്നും മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ നിരാശാജനകവും അസ്വീകാര്യവുമാണ് എന്ന KP രാമൻ മേനോൻ പ്രമേയം അവതരിപ്പിച്ചത് ഇതേ മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. KP രാമൻ മേനോൻ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം KP കേശവ മേനോൻ പിന്താങ്ങുകയും ഈ രാഷ്ട്രീയ പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെ പാസാക്കപ്പെടുകയും ചെയ്തു. KP രാമൻ മേനോൻ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം KP കേശവ മേനോൻ പിന്താങ്ങുകയും ഈ രാഷ്ട്രീയ പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെ പാസാക്കപ്പെടുകയും ചെയ്തു. ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ KP രാമൻ മേനോൻ അവതരിപ്പിച്ച ഈ രാഷ്ട്രീയ പ്രമേയത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും സമ്മേളനം ബഹിഷ്കരിക്കുകയും ചെയ്തു. ഇതിനാലാണ് മഞ്ചേരി സമ്മേളനത്തെ കേരളത്തിന്റെ സൂറത്ത് എന്ന് വിളിക്കപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ആനി ബസന്റിന്റെ നേതൃത്വത്തില് KP രാമൻ മേനോൻ അവതരിപ്പിച്ച ഈ രാഷ്ട്രീയ പ്രമേയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച ഒരു കൂട്ടം ജനത എന്ത് ചെയ്തു? സമ്മേളനം ബഹിഷ്കരിക്കുകയും ചെയ്തു. ഇതിനാലാണ് മഞ്ചേരി സമ്മേളനത്തെ കേരളത്തിന്റെ സൂറത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോ മഞ്ചേരി സമ്മേളനത്തില് പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാ? KP രാമൻ മേനോനാണ്. അദ്ദേഹത്തെ പിന്താങ്ങിയ വ്യക്തി ആരാ? KP കേശവ മേനോനാണ്. ഇനി KP രാമൻ മേനോൻ അവതരിപ്പിച്ച പ്രമേയത്തിനെ എതിർത്തുകൊണ്ട് സമ്മേളനത്തിൽ നിന്നും പിൻവാങ്ങിയ വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. ഇതും കൂടെ ഒന്ന് ഓർക്കുക. 1921 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിന് ചുവട് പിടിച്ചുകൊണ്ട് KPCC ജില്ലാ കമ്മിറ്റികൾ രൂപവൽകൃതമായി. ഇമ്പോർട്ടന്റ് ആണ്. 1921 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിന് ചുവട് പിടിച്ചുകൊണ്ട് KPCC ജില്ലാ കമ്മിറ്റി രൂപവൽകൃതമായി. ഇതോടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറിയായി K മാധവൻ നായർ സ്ഥാനമേൽക്കുകയും ചെയ്തു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതോടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറിയായി K മാധവൻ നായർ സ്ഥാനമേൽക്കുകയും ചെയ്തു. 1921 T പ്രകാശത്തിന്റെ അധ്യക്ഷതയിൽ ആദ്യ അഖില കേരള കോൺഗ്രസ് സമ്മേളനം ഒറ്റപ്പാലത്ത് ആരംഭിച്ചു. ഇപ്പോഴും PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. 1921 T പ്രകാശത്തിന്റെ അധ്യക്ഷതയിൽ ആദ്യ അഖില കേരള കോൺഗ്രസ് സമ്മേളനം ഒറ്റപ്പാലത്ത് ആരംഭിച്ചു. 1923 KPCCയുടെ രണ്ടാമത്തെ സമ്മേളനം സരോജിനി നായിഡുവിന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് ആരംഭിച്ചു. 1923 KPCCയുടെ രണ്ടാമത് സമ്മേളനം സരോജിനി നായിഡുവിന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് ആരംഭിച്ചു. 1927 മുംബൈയിലെ പ്രശസ്ത പത്രപ്രവർത്തകനായ BG ഹൊർണിമാൻ അധ്യക്ഷതയിൽ മൂന്നാമത് KPCC സമ്മേളനം കോഴിക്കോട് ആരംഭിച്ചു. 1927 മുംബൈയിലെ പ്രശസ്ത പത്രപ്രവർത്തകനായ BG ഹൊർണിമാന്റെ അധ്യക്ഷതയിൽ മൂന്നാമത് KPCC സമ്മേളനം എവിടെയാ ആരംഭിച്ചത്? കോഴിക്കോട് ആരംഭിച്ചു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 1921 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് KPCC ജില്ലാ കമ്മിറ്റികൾ രൂപവൽകൃതമായി. ഇതോടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറിയായി K മാധവൻ നായർ സ്ഥാനമേറ്റു. 1921 T പ്രകാശത്തിന്റെ അധ്യക്ഷതയിൽ ആദ്യ അഖില കേരള കോൺഗ്രസ് സമ്മേളനം ഒറ്റപ്പാലത്ത് ആരംഭിച്ചു. 1923 KPCCയുടെ രണ്ടാമത് സമ്മേളനം സരോജിനി നായിഡുവിന്റെ അധ്യക്ഷതയിൽ എവിടെയാ നടന്നത്? കോഴിക്കോട് നടന്നു. 1927 മുംബൈയിലെ പ്രശസ്ത പത്രപ്രവർത്തകനായ BG ഹൊർണിമാന്റെ അധ്യക്ഷതയിൽ മൂന്നാമത് KPCC സമ്മേളനം കോഴിക്കോട് ആരംഭിച്ചു. 1931 കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനമായ വടകര സമ്മേളനം നടക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ അങ്ങോട്ട് PSC ചോദിച്ചതേ ഉള്ളൂ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. 1931 കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനമായ വടകര സമ്മേളനം നടക്കുന്നു. ഈ വടകര എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. വടകര എന്ന് പറയുന്ന പ്രദേശം ഇപ്പോൾ ഏത് ജില്ലയുടെ ഭാഗമാ? കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണ്. ആദ്യത്തെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് പത്മാവതി ആഷറായിരുന്നു. ഒരു തിരുപ്പൂരുകാരിയായിട്ടുള്ള വനിതയായിട്ടുള്ള പത്മാവതി ആഷറായിരുന്നു ആദ്യ സമ്മേളനത്തിന്, അതായത് ഈ വനിതാ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതായിരുന്നു ചോദിച്ചാൽ അത് പത്മാവതി ആഷറായിരുന്നു. അപ്പോ
കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനമായ വടകര സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതാര പത്മാവതി ആഷർ ആയിരുന്നു. അതിനുശേഷം സാധാരണഗതിയിലുള്ള KPCC സമ്മേളനം നടന്നു. അതിന് അധ്യക്ഷത വഹിച്ചതായിരുന്നു ചോദിച്ചാൽ അത് സെൻഗുപ്തയായിരുന്നു. തെറ്റിപ്പോവല്ലേ. നോർമൽ ആയിട്ടുള്ള എല്ലാ ജനങ്ങളും പങ്കെടുക്കുന്ന KPCC സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതായിരുന്നു ചോദിച്ചാൽ സെൻഗുപ്തയായിരുന്നു. വർഷം 1931. എന്നാൽ ആദ്യ ദിവസം അവിടെ അരങ്ങേറിയത് വനിതാ സമ്മേളനമായിരുന്നു. ഈ വനിതാ സമ്മേളനം നടന്നത് എവിടെയാ? വടകര തന്നെയാണ്. അതുപോലെ തന്നെയാണ് അതിന് അധ്യക്ഷത വഹിച്ചതാര പത്മാവതി ആഷറാണ്. KPCCയുടെ 5ാമത് സമ്മേളനമായിരുന്നു 1931 വടകരയിൽ നടന്നത്. KPCCയുടെ 5ാമത് സമ്മേളനമായിരുന്നു 1931 വടകരയിൽ നടന്നത്. ഈ 1931 നടന്ന വടകര സമ്മേളനത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു സുഹൃത്തുക്കളെ? വേറൊന്നുമില്ല, അതുവരെയും പൊതു രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങാത്ത സ്ത്രീകളെ കൂടി ചേർത്തുകൊണ്ട് എന്താണ് ആദ്യമായിട്ട് ഒരു മഹിളാ സമ്മേളനം അല്ലെങ്കിൽ വനിതാ സമ്മേളനം നടന്നത് വടകരയിൽ വെച്ച് വർഷം 1931. ഐത്തത്തിനെതിരെ സമര പരിപാടികൾ ആരംഭിക്കുന്നതിന് വടകര സമ്മേളനത്തിൽ തീരുമാനമാവുകയും ചെയ്തു. ഇമ്പോർട്ടന്റ് ആണ്. ഐത്തത്തിനെതിരെ സമര പരിപാടികൾ ആരംഭിക്കുന്നതിന് വടകര സമ്മേളനത്തിൽ വെച്ച് തീരുമാനമുണ്ടാകുകയും ചെയ്തു. അതുകൂടൊന്ന് ഓർക്കുക. 1932 സാമുവൽ അറോൺ അധ്യക്ഷതയിൽ 6ാമത് KPCC സമ്മേളനം കോഴിക്കോട് ആരംഭിച്ചു. 1932 സാമുവൽ അറോണിന്റെ അധ്യക്ഷതയിൽ 6ാമത് KPCC സമ്മേളനം കോഴിക്കോട് ആരംഭിക്കുകയും ചെയ്തു. ഇതുകൂടൊന്ന് ഓർക്കുക. 1932 സ്ത്രീകളുടെ ഉന്നമനത്തിനായി അന്തർജന സമാജം രൂപീകൃതമായി. ഇമ്പോർട്ടന്റ് ആണ്. 1932 സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് അന്തർജന സമാജം രൂപീകരിച്ചു. 1935 ബോംബെ ക്രോണിക്കിൾ പത്രാധിപരായിരുന്ന സയ്യിദ് അബ്ദുള്ള ബ്രെൽവിയുടെ അധ്യക്ഷതയിൽ 7ാമത് KPCC സമ്മേളനം കോഴിക്കോട് ആരംഭിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. 1935 ബോംബെ ക്രോണിക്കിൾ പത്രാധിപരായിട്ടുള്ള സയ്യിദ് അബ്ദുള്ള ബ്രെൽവിയുടെ അധ്യക്ഷതയിൽ 7ാമത് KPCC സമ്മേളനം കോഴിക്കോട് ആരംഭിച്ചു. 1937 മലബാറിലെ ആദ്യത്തെ കർഷക സംഘം രൂപീകരിക്കപ്പെട്ടു. 1937 മലബാറിലെ ആദ്യത്തെ കർഷക സംഘം രൂപീകരിച്ചു. 1938 ജയപ്രകാശ് നാരായണന്റെ അധ്യക്ഷതയിൽ 8ാമത് KPCC സമ്മേളനം കോഴിക്കോട് ആരംഭിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. 1938 ജയപ്രകാശ് നാരായണന്റെ അധ്യക്ഷതയിൽ 8ാമത് KPCC സമ്മേളനം കോഴിക്കോട് ആരംഭിച്ചു. 1939 മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ അധ്യക്ഷതയിൽ 9ാമത് KPCC സമ്മേളനം കണ്ണൂർ ജില്ലയിലെ ബക്കളത്ത് ആരംഭിച്ചു. 1939 മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ അധ്യക്ഷതയിൽ 9ാമത് KPCC സമ്മേളനം കണ്ണൂർ ജില്ലയിലെ ബക്കളത്ത് ആരംഭിച്ചു. 1940 മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ തന്നെ അധ്യക്ഷതയിൽ 10ാമത് KPCC സമ്മേളനം മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ ആരംഭിച്ചു. ഇത് തമ്മിൽ തിരിഞ്ഞു പോവല്ലേ. 1940 മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ അധ്യക്ഷതയിൽ 10ാമത് KPCC സമ്മേളനം മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ ആരംഭിച്ചു. എന്നാൽ 1939 മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ അധ്യക്ഷതയിൽ തന്നെ 9ാമത് KPCC സമ്മേളനം കണ്ണൂർ ജില്ലയിലെ ബക്കളത്ത് ആരംഭിക്കുകയും ചെയ്തു. ഈ 2 പോയിന്റും ഓർക്കുക. 1942 നവംബർ മാസം 17ാം തീയതി വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ഡേ ആണ്. ശ്രദ്ധിച്ചു പഠിക്കണം. 1942 നവംബർ മാസം 17ാം തീയതി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ കിഴരിയൂരിൽ ബോംബ് കേസ് അരങ്ങേറുന്നു. 1942 നവംബർ മാസം 17ാം തീയതി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ കിഴരിയൂർ ബോംബ് കേസ് അരങ്ങേറുന്നു. ഈ കിഴരിയൂർ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലാണ് കിഴരിയൂർ ബോംബ് കേസ് നടന്നതെന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1942 നവംബർ മാസം 17 അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ആര് സുഹൃത്തുക്കളെ? KB മേനോൻ എന്നുള്ളത്. അത് നമുക്കറിയാം. അതുമൊന്ന് ഓർക്കുക. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് VK കേശവൻ നായർ സ്വതന്ത്ര ഭാരതം എന്ന പ്രശസ്തമായ പത്രം കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് VA കേശവൻ നായർ സ്വതന്ത്ര ഭാരതം എന്ന പ്രശസ്തമായ പത്രം
കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിക്കുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് തീവ്രവാദി വിഭാഗത്തിന്റെ പത്രം എന്നറിയപ്പെട്ടിരുന്നത് സ്വതന്ത്ര ഭാരതമാണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് തീവ്രവാദി വിഭാഗത്തിന്റെ പത്രം എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വതന്ത്ര ഭാരതം പത്രമായിരുന്നു. സ്വതന്ത്ര ഭാരതം പത്രത്തിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി എൻ കൃഷ്ണൻ നായർ ആയിരുന്നു. സ്വതന്ത്ര ഭാരതം പത്രത്തിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരായിരുന്നു? എൻ കൃഷ്ണൻ നായർ ആയിരുന്നു. ആദ്യകാലങ്ങളിൽ വാരികയായി പുറത്തിറങ്ങിയ സ്വതന്ത്ര ഭാരതം പത്രം എൻ വി കൃഷ്ണവാര്യരുടെ നേതൃത്വത്തിൽ പത്രമായിട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ഇമ്പോർട്ടന്റ് ആണ്. ആദ്യകാലങ്ങളിൽ വാരികയായി പുറത്തിറങ്ങിയ സ്വതന്ത്ര ഭാരതം എൻ വി കൃഷ്ണവാര്യരുടെ നേതൃത്വത്തിലാണ് പത്രമായിട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. അതും ഇമ്പോർട്ടന്റ് ആണ്. 1952 മലബാറിനും തിരുക്കൊച്ചിക്കും പ്രത്യേക കോൺഗ്രസ് കമ്മിറ്റികൾക്ക് രൂപം നൽകിക്കൊണ്ട് KPCC വിഭജിക്കപ്പെട്ടു. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ് ആണ്. 1952 മലബാറിനും തിരുക്കൊച്ചിക്കും പ്രത്യേക കോൺഗ്രസ് കമ്മിറ്റികൾക്ക് രൂപം നൽകിക്കൊണ്ട് KPCC വിഭജിക്കപ്പെടുകയും ചെയ്തു. ഇത്രയും പോയിന്റ് എങ്കിലും സുഹൃത്തുക്കള് മലബാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും ഈ പോയിന്റുകളെല്ലാം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അടുത്തതായി നമ്മൾ നോക്കുവാൻ പോകുന്ന ടോപ്പിക്കാണ് 1857 വിപ്ലവവും വിശേഷണങ്ങളും. ഇമ്പോർട്ടന്റ് ആണ്. 1857 വിപ്ലവവും വിശേഷണങ്ങളും ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യം PSC ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് എക്സാം ടഫ് ആകുമ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്ന് വീഴാറുണ്ട്. അതുകൊണ്ട് ഒരു മാർക്ക് പോലും നമുക്ക് കളയാനില്ല. നമുക്ക് നോക്കാം 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവാർക്കർ ആയിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? VD സവാർക്കർ ആയിരുന്നു. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാറൽ മാർക്സ് ആണ്. ഓർക്കണേ, 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശ ചിന്തകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാറൽ മാർക്സ് ആണ്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആണ്. ഇതൊക്കെ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ജോൺ ലോറൻസ് ആണ്. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? SB ചൗധരിയാണ്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് എൽ സ്റ്റാൻലി ആണ്. തെറ്റിപ്പോവലെ. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാ? എൽ സ്റ്റാൻലി ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവാർക്കർ ആണ്. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശിയാരെന്ന് ചോദിച്ചാൽ കാറൽ മാർക്സ് ആണ്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആണ്. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് എൽ സ്റ്റാൻലി ആണ്. ആരാണ്? എൽ സ്റ്റാൻലി ആണ്. 1857 വിപ്ലവത്തെ പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള സംഘർഷം എന്ന് വിശേഷിപ്പിച്ചത് TH ഹോംസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നതെല്ലാം. 1857 വിപ്ലവത്തെ പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള സംഘർഷം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? TH ഹോംസ് ആണ്. 1857 വിപ്ലവത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. 1857 വിപ്ലവത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1857 വിപ്ലവത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ബെഞ്ചമിൻ ഡിസേലിയാണ്. 1857 വിപ്ലവത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. 1857 വിപ്ലവത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ചത് വില്യം ഡാൽറിംപിൾ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. 1857 വിപ്ലവത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വില്യം ഡാൽറിംപിൾ ആണ്. 1857 വിപ്ലവത്തെ ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത്
RC മജൂംദാർ ആണ്. ഇദ്ദേഹത്തിന്റെ പ്രസ്താവന ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചോളണം. 1857 വിപ്ലവത്തെ ആദ്യത്തേതല്ല, ദേശീയ തലത്തിലുള്ള ഒരു സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് ആരും ചോദിച്ചാൽ അത് RC മജൂംദാർ ആയിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 1857 വിപ്ലവത്തെ പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള സംഘർഷം എന്ന് വിശേഷിപ്പിച്ചത് TH ഹോംസ് ആണ്. 1857 വിപ്ലവത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1857 വിപ്ലവത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ബെഞ്ചമിൻ ഡിസറേലിയാണ്. 1857 വിപ്ലവത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ചത് വില്യം ഡാൽ റിംപിൾ ആണ്. 1857 വിപ്ലവത്തെ ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് RC മജൂംദാർ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക് ആയിട്ടുള്ള ചേരിചേര പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ്. പ്രത്യേകിച്ച് LD ബേസ്ഡ് അല്ലെങ്കിൽ നമുക്ക് പറയാം 10ാം ക്ലാസ് ബേസ്ഡ് പരീക്ഷകളിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ചേരിചേര പ്രസ്ഥാനം. ഈ ഇടയ്ക്ക് ഒരല്പം കൂടുതലായി ഈ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം ചേരിചേര പ്രസ്ഥാനം. ചേരിചേര പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണമായ സമ്മേളനമാണ് ബാന്ധൂങ് സമ്മേളനം. ബാന്ധൂങ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. പഠിച്ചോളണേ, ചേരിചേര പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണമായ സമ്മേളനം ബാന്ധൂങ് സമ്മേളനം. ബാന്ധൂങ് എന്ന് പറയുന്ന പ്രദേശം എവിടെയാ? ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമായാണ് കാണപ്പെടുന്നത്. ബാന്ധൂങ് സമ്മേളനം നടന്ന വർഷം 1955. ബാന്ധൂങ് സമ്മേളനം നടന്ന വർഷം 1955 ആണ്. ബാന്ധൂങ് നടന്ന ആഫ്രോ ഏഷ്യൻ കോൺഫറൻസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 23. ബാന്ധൂങ്ങിൽ നടന്ന ആഫ്രോ ഏഷ്യൻ കോൺഫറൻസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാ? 23 ആണ്. ഇതിൽ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 6 ആണ്. പണ്ട് കാലത്ത് PSC എടുത്ത് ചോദിച്ചിരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ എണ്ണം എത്രയാ? ബാന്ധൂങ്ങിൽ നടന്ന ആഫ്രോ ഏഷ്യൻ കോൺഫറൻസിൽ പങ്കെടുത്തത് 6 എണ്ണം. എന്നാൽ മൊത്തം എത്ര രാജ്യങ്ങൾ ഉണ്ടായിരുന്നു? 23 രാജ്യങ്ങൾ പങ്കെടുത്തു. ബാന്ധൂങ് സമ്മേളനത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് അഹമ്മദ് സുക്കാർണോ. ചോദിച്ചിട്ടുണ്ട്. ബാന്ധൂങ് സമ്മേളനത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? അഹമ്മദ് സുർക്കാർണോയാണ്. പേരൊന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചോളണം. അഹമ്മദ് സുക്കാർണോയാണ്. ചേരിചേര പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയ നേതാക്കൾ എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു, മാർഷൽ ടിറ്റോ, ഗമാൽ അബ്ദുൽ നാസർ. ഈ 3 പേരും ഇവിടെ വെച്ച് തന്നെ അങ്ങ് പഠിച്ചോളണം. കാരണം എന്തെന്ന് ചോദിച്ചാല് താഴെ പറയുന്നവയിൽ ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാത്ത നേതാക്കൾ ഏതെന്ന് തന്നെ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചേരിചേര പ്രസ്ഥാനത്തിന്റെ അടിത്തറ പാകിയ പ്രധാന നേതാക്കൾ ആരൊക്കെയാ? ജവഹർലാൽ നെഹ്റു, മാർഷൽ ടിറ്റോ, അതുപോലെ ഗമാൽ അബ്ദുൽ നാസർ. ആരാണ്? ഗമാൽ അബ്ദുൽ നാസർ. ചേരിചേര സമ്മേളനത്തിന്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർഷൽ ടിറ്റോ ആയിരുന്നു. ചേരിചേര സമ്മേളനത്തിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? മാർഷൽ ടിറ്റോ ആയിരുന്നു. ഔദ്യോഗിക ഭരണഘടനയോ സ്ഥിരം സെക്രട്ടേറിയറ്റോ ഇല്ലാത്ത സംഘടനയാണ് ചേരിചേര പ്രസ്ഥാനം. ഔദ്യോഗിക ഭരണഘടനയോ സ്ഥിരം സെക്രട്ടേറിയറ്റോ ഇല്ലാത്ത സംഘടനയാണ് ഏത്? ചേരിചേര പ്രസ്ഥാനം. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ഉച്ചകോടി നടന്ന വർഷം 1961. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ഉച്ചകോടി നടന്ന വർഷം എത്രയാ? 1961 ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ ഉച്ചകോടി നടന്ന സ്ഥലം ബെൽഗ്രേഡ്. അതിപ്പോ സെർബിയ എന്ന് പറയുന്ന രാജ്യത്താണ് കേട്ടോ. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ഉച്ചകോടി നടന്ന സ്ഥലം ചോദിച്ചാൽ അത് ബെൽഗ്രേഡ് ആയിരുന്നു. ബെൽഗ്രേഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സെർബിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമായാണ്. ഇവിടെ നിന്ന് ഏറ്റവും പരമപ്രധാനമായി പഠിക്കുവാനുള്ളത് ചേരിചേര പ്രസ്ഥാനത്തിന്റെ അടിത്തറ പാകിയ നേതാക്കൾ ആരൊക്കെയാ? ജവഹർലാൽ നെഹ്റു, മാർഷൽ ടിറ്റോ, അതുപോലെ തന്നെ ഗമാൽ അബ്ദുൽ നാസർ എന്നിവരാണ്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 25. തെറ്റിപ്പോവല്ലേ. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 25. നമ്മൾ നേരത്തെ പറഞ്ഞ ബാന്ധൂങ് സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 23 ആണ്. അതിൽ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ എണ്ണം 6 ആണ്. എന്നാൽ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 25 ആണ്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടിക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ്. വർഷം 1983. ഇത് പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടിക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ്. വർഷം 1983. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടിക്ക് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം
കൊളംബോയാണ്. വർഷം 1976. ചേരിചേരാ പ്രസ്ഥാന ഉച്ചകോടിക്ക് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം എന്നറിയപ്പെടുന്നത് കൊളംബോയാണ്. വർഷം 1976. ചേരിചേരാ പ്രസ്ഥാനത്തിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി VK കൃഷ്ണമേനോനാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിത്വമാരാ? VK കൃഷ്ണമേനോനാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട അനുബന്ധ സംഘടനയായ ആഫ്രിക്കൻ ഫണ്ട് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാ? രാജീവ് ഗാന്ധിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട അനുബന്ധ സംഘടനയായ ആഫ്രിക്കൻ ഫണ്ട് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാ? രാജീവ് ഗാന്ധിയാണ്. ആഫ്രിക്കൻ ഫണ്ട് കമ്മിറ്റി രൂപീകൃതമായ വർഷം 1987. ആഫ്രിക്കൻ ഫണ്ട് കമ്മിറ്റി രൂപീകൃതമായ വർഷം 1987. അതുകൂടൊന്ന് പഠിച്ചു വെക്കുക. ചേരിചേരായ്മ ലോകരാജ്യങ്ങളിൽ നിന്നും മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഈ അഭിപ്രായം ഇതുപോലെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കുക. ചേരിചേരായ്മ ലോകരാജ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന് പറഞ്ഞതാരെന്ന് ചോദിച്ചാൽ അത്, അല്ലെങ്കിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. 1956 ജൂലൈയിൽ നടന്ന ബ്രിയോണി സമ്മേളനം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. 1956 ജൂലൈയിൽ നടന്ന ബ്രിയോണി സമ്മേളനം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഠിക്കുക. നമ്മുടെ 4ാമത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് 4ാമത്തത്. കേരളവും കേരളത്തിൽ ആദ്യമായിട്ട് വന്ന ചില സംഗതികളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളവുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ PSC ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗം പഠിക്കാതെ പോകരുത്. കേരളവും കേരളത്തിൽ ആദ്യമായിട്ട് നടന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും അത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് വന്നതെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ഈ ഭരണ നഗരസഭ തിരൂർ, മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഈ ഭരണ നഗരസഭ തിരൂർ, മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത്, ആലപ്പുഴ. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ, പ്രീവിയസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത്, ആലപ്പുഴ ജില്ല. കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ടറേറ്റ് പത്തനംതിട്ട കളക്ടറേറ്റ്. കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ടറേറ്റ് ഏതാണ്? പത്തനംതിട്ട കളക്ടറേറ്റ് ആണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഖാദി ഗ്രാമം ബാലുശ്ശേരി, കോഴിക്കോട് ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഖാദി ഗ്രാമം ബാലുശ്ശേരി, കോഴിക്കോട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ, തിരുവനന്തപുരം. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂര്, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഇ ലിറ്ററേറ്റ് പഞ്ചായത്ത് പള്ളിച്ചൽ, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഇ ലിറ്ററേറ്റ് പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ പള്ളിച്ചൽ, തിരുവനന്തപുരം ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ ആദ്യത്തെ ഈ ഭരണ നഗരസഭ തിരൂർ, മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത്, ആലപ്പുഴ ജില്ല. കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ടറേറ്റ് പത്തനംതിട്ട. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഖാദി ഗ്രാമം ബാലുശ്ശേരി, കോഴിക്കോട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂര്, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഇ ലിറ്ററേറ്റ് പഞ്ചായത്ത് പള്ളിച്ചൽ, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി മലപ്പുറം മുനിസിപ്പാലിറ്റി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി ഏതാ? മലപ്പുറം മുനിസിപ്പാലിറ്റി. കേരളത്തിലെ ആദ്യ ഹൈടെക് ഗ്രാമപഞ്ചായത്ത് പാമ്പാക്കൂട, എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് ഗ്രാമപഞ്ചായത്ത് ഏതാ? പാമ്പാക്കൂട, എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം തളിക്കുളം, തൃശൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം തളിക്കുളം, തൃശൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക് നിലവിൽ വന്നത് അമ്പലത്തറ, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക് നിലവിൽ വന്നത്
അമ്പലത്തറ തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കര തൃശൂർ ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കര തൃശൂർ ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി മലപ്പുറം. കേരളത്തിലെ ആദ്യ ഹൈടെക് ഗ്രാമപഞ്ചായത്ത് പാമ്പാക്കൂട എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം എന്നറിയപ്പെടുന്നത് തളിക്കുളം തൃശൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക് നിലവിൽ വന്നത് അമ്പലത്തറ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കര തൃശൂർ ജില്ല. കേരളത്തിലെ ആദ്യ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തമ്പാനൂർ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ഏതാ? തമ്പാനൂർ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ഗ്ലോബൽ ആർട്സ് വില്ലേജ് കാക്കണ്ണൻപാറ കണ്ണൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഗ്ലോബൽ ആർട്ട് വില്ലേജ് എന്നറിയപ്പെടുന്നത് ഏതാ? കാക്കണ്ണൻപാറ കണ്ണൂര്. കേരളത്തിലെ ആദ്യ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കൽ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കൽ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ തരിശുരഹിത പഞ്ചായത്ത് ചെങ്കൽ തിരുവനന്തപുരം. അതായത് തരിശുഭൂമികൾ കാണപ്പെടാത്ത പഞ്ചായത്ത് എന്നർത്ഥം കേട്ടോ. കേരളത്തിലെ ആദ്യ തരിശുരഹിത പഞ്ചായത്ത് ചെങ്കൽ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ വനിതാ ലഹരി വിമോചന കേന്ദ്രം ആരംഭിച്ചത് കറുകുറ്റി എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യ വനിതാ ലഹരി വിമോചന കേന്ദ്രം ആരംഭിച്ചത് കറുകുറ്റി എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യ നിയമസാക്ഷരതാ വ്യവഹാര വിമുക്ത ഗ്രാമം ഒല്ലുകര തൃശൂർ ജില്ല. കേരളത്തിലെ ആദ്യ നിയമസാക്ഷരതാ വ്യവഹാര വിമുക്ത ഗ്രാമം ഒല്ലുകര തൃശൂർ ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ ആദ്യ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തമ്പാനൂർ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ഗ്ലോബൽ ആർട്ട് വില്ലേജ് കാക്കണ്ണൻപാറ കണ്ണൂർ ജില്ല. കേരളത്തിലെ ആദ്യ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കൽ. കേരളത്തിലെ ആദ്യ തരിശുരഹിത പഞ്ചായത്ത് ചെങ്കൽ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ വനിതാ ലഹരി വിമോചന കേന്ദ്രം കറുകുറ്റി എറണാകുളം. കേരളത്തിലെ ആദ്യ നിയമ സാക്ഷരതാ വ്യവഹാര വിമുക്ത ഗ്രാമം ഒല്ലുകര തൃശൂർ. കേരളത്തിൽ സാമ്പത്തിക സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് മങ്കര പാലക്കാട് ജില്ല. കേരളത്തിൽ സാമ്പത്തിക സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്ത് മങ്കര പാലക്കാട് ജില്ല. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് നൂൽപ്പുഴ. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേയുള്ള പ്രീവിയസ് ആണ്. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? നൂൽപ്പുഴ. കേരളത്തിൽ ആദ്യമായി ഷീ ടാക്സി സംവിധാനം ആരംഭിച്ച നഗരം തിരുവനന്തപുരം നഗരം. കേരളത്തിൽ ആദ്യമായി ഷീ ടാക്സി സംവിധാനം ആരംഭിച്ച നഗരം ഏതാണ്? തിരുവനന്തപുരം നഗരമാണ്. കേരളത്തിൽ ആദ്യമായി സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ തദ്ദേശ ഭരണ സ്ഥാപനം തൃക്കരിപ്പൂർ കാസർഗോഡ് ജില്ല. കേരളത്തിൽ ആദ്യമായി സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ തദ്ദേശ ഭരണ സ്ഥാപനം എന്ന് ചോദിച്ചാൽ അത് തൃക്കരിപ്പൂർ കാസർഗോഡ് ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിൽ സാമ്പത്തിക സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്ത് മങ്കര പാലക്കാട് ജില്ല. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് നൂൽപ്പുഴ. കേരളത്തിൽ ആദ്യമായി ഷീ ടാക്സി സംവിധാനം ആരംഭിച്ച നഗരം തിരുവനന്തപുരം നഗരം. കേരളത്തിൽ ആദ്യമായി സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തൃക്കരിപ്പൂർ. എവിടെയാണ്? കാസർഗോഡ് ജില്ല. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം തൃശൂർ ജില്ല. നല്ലൊരു ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം തൃശൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പെൻഷൻ നഗരസഭ ആറ്റിങ്ങൽ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പെൻഷൻ നഗരസഭ എന്നറിയപ്പെടുന്നത് ആറ്റിങ്ങൽ നഗരസഭ തിരുവനന്തപുരം ജില്ല. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പഞ്ചായത്ത് ഓഫീസ് പെരുമാട്ടി പാലക്കാട് ജില്ല. ഇത് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ്, പഠിക്കുക. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പഞ്ചായത്ത് ഓഫീസ് ഏതാണ്? പെരുമാട്ടി പാലക്കാട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് പൊന്നാനി മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് പൊന്നാനി മലപ്പുറം ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം തൃശൂർ ജില്ല.
കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പെൻഷൻ നഗരസഭ എന്നറിയപ്പെടുന്നത് ആറ്റിങ്ങൽ നഗരസഭ, തിരുവനന്തപുരം ജില്ല. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പഞ്ചായത്ത് ഓഫീസ് പെരുമാട്ടി, പാലക്കാട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് എന്നറിയപ്പെടുന്നത് പൊന്നാനി വില്ലേജ് ഓഫീസ്, മലപ്പുറം ജില്ല. നമ്മുടെ 5ാമത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുവാൻ പോവുകയാണ്. ടോപ്പിക്കാണ് രോഗങ്ങളും ബാധിക്കുന്ന അവയവങ്ങളും. ഇതും ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കുന്ന ഒരു മേഖലയാണ്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് 1 മാർക്ക് ഈ ഭാഗത്ത് നിന്ന് ഒപ്പിക്കാം. രോഗങ്ങളും ബാധിക്കുന്ന അവയവങ്ങളും. അപ്പൊ നമുക്ക് നോക്കാം രോഗം ബാധിക്കുന്ന അവയവം. ട്രക്കോമ, ചെങ്കണ്ണ്, ഗ്ലോക്കോമ, തിമിരം എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് കണ്ണിനെയാണ്. ട്രക്കോമ, ഗ്ലോക്കോമ, ചെങ്കണ്ണ്, തിമിരം എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന അവയവം ഏതാണ്? കണ്ണാണ്. മലേറിയ ബാധിക്കുന്നത് പ്ലീഹയെയും അതുപോലെ കരളിനെയുമാണ്. പഠിച്ചോളനെ. മലേറിയ ബാധിക്കുന്നത് ആരൊക്കെയാണ്? 1ാമത്തെ ആളാരാണ്? പ്ലീഹയെയും അതുപോലെ തന്നെ ആരെയാണ്? കരളിനെയുമാണ്. മെനിഞ്ചൈറ്റിസ്, വെർക്കിനി കോഴ്സാക്കോഫ് സിൻഡ്രം, ആ പേരൊന്നുകൂടി പറയാം, വെർക്കിനി കോഴ്സാക്കോഫ് സിൻഡ്രം എന്നിവ ബാധിക്കുന്ന അവയവം തലച്ചോറാണ്. മെനിഞ്ചൈറ്റിസ്, വെർക്കിനി കോഴ്സാക്കോഫ് സിൻഡ്രം എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന അവയവം തലച്ചോറാണ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ബാധിക്കുന്നത് അസ്ഥികളെയാണ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ബാധിക്കുന്നത് അസ്ഥികളെയാണ്. നമുക്കറിയാം അസ്ഥികളില് കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞിട്ട് എന്താണ് സുഷിരങ്ങളൊക്കെ ഉണ്ടാകുന്ന രോഗമാണല്ലേ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ഈ രോഗം ബാധിക്കുന്ന അവയവം ഏതാ? അത് അസ്ഥികളെയാണ്. സ്പോണ്ടിലൈറ്റ് ബാധിക്കുന്നത് നട്ടെല്ലിനെയാണ്. സ്പോണ്ടിലൈറ്റിസ് രോഗം ബാധിക്കുന്ന അവയവം നട്ടെല്ലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ട്രക്കോമ, ഗ്ലോക്കോമ, ചെങ്കണ്ണ്, തിമിരം എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് കണ്ണിനെയാണ്. മലേറിയ രോഗം ബാധിക്കുന്ന അവയവം ചോദിച്ചാൽ പ്ലീഹ അഥവാ സ്പ്ലീനിനെയും കരളിനെയുമാണ്. മെനിഞ്ചൈറ്റിസ്, വെർക്കിനി കോഴ്സക്കോഫ് സിൻഡ്രം എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ബാധിക്കുന്നത് അസ്ഥികളെയാണ്. സ്പോണ്ടിലൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്നത് നട്ടെല്ലിനെയാണ്. ഇവിടെ സുഹൃത്തുക്കൾ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് കൂടി പറഞ്ഞു തരാം. ആദ്യം പറയാൻ വിട്ടുപോയതാണ്, പഠിക്കുക. വെർക്കിനി കോഴ്സക്കോഫ് സിൻഡ്രം എന്ന് പറയുന്നത് ഉണ്ടാകാൻ കാരണം അമിത മദ്യപാനമാണ് കേട്ടോ. അതൊന്ന് ഓർത്തു വെച്ചോളണേ. അമിത മദ്യപാനം മൂലം തലച്ചോറിനുണ്ടാകുന്ന രോഗമാണ് വെർക്കിനി കോഴ്സക്കോഫ് സിൻഡ്രം എന്ന് പറയുന്നത്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. എക്സിമ, മെലനോമ, സൊറിയോസിസ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് ത്വക്കിനെയാണ്. എക്സിമ, മെലനോമ, സൊറിയോസിസ് രോഗങ്ങൾ ബാധിക്കുന്നത് ത്വക്കിനെയാണ്. ഈ 3 രോഗങ്ങളും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതുമാണ്. അതുകൊണ്ട് ഓർത്ത് പഠിക്കുക. എക്സിമ, മെലനോമ, സൊറിയോസിസ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന അവയവം ത്വക്കാണ്. ഹണ്ടിങ്സൺ രോഗം ബാധിക്കുന്നത് കേന്ദ്ര നാഡീ വ്യവസ്ഥയെയാണ്. ഹണ്ടിങ്സൺ രോഗം ബാധിക്കുന്നത് കേന്ദ്ര നാഡീ വ്യവസ്ഥയെയാണ്. അപസ്മാരം, പേവിഷബാധ, അൾഷിമേഴ്സ്, പാർക്കിൻസൺ രോഗം, പോളിയോ മെലിറ്റസ്, കുഷ്ഠം എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥയാണ്, അല്ല തലച്ചോറിനെ അല്ല കേട്ടോ. ശ്രദ്ധിച്ച് പഠിച്ചോളണേ. അപസ്മാരം, പേവിഷബാധ, അൾഷിമേഴ്സ്, പാർക്കിൻസൺസ് രോഗം, പോളിയോ മെലിറ്റസ്, കുഷ്ഠം എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥയെയാണ്. വാദപ്പനി ബാധിക്കുന്നത് ഹൃദയവാൽവുകളെയാണ്. വാദപ്പനി ബാധിക്കുന്നത് ഹൃദയവാൽവുകളെയാണ്. ആന്ത്രാക്സ് രോഗം ബാധിക്കുന്നത് ലിംഫും പ്ലീഹാഗ്രന്ഥിയെയുമാണ്. ആന്ത്രാക്സ് രോഗം ബാധിക്കുന്നത് ലിംഫിനെയും പ്ലീഹാഗ്രന്ഥിനെയുമാണ്. ഓർത്ത് പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. എക്സിമ, മെലനോമ, സൊറിയോസിസ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് ത്വക്കിനെയാണ്. ഹണ്ടിങ്സൺ രോഗം കേന്ദ്ര നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു. അപസ്മാരം, പേവിഷബാധ, അൾഷിമേഴ്സ്, പാർക്കിൻസൺ രോഗം, പോളിയോ മെലിറ്റസ്, കുഷ്ഠം എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയെയാണ്. വാദപ്പനി ബാധിക്കുന്നത് ഹൃദയവാൽവുകളെയാണ്. ആന്ത്രാക്സ് രോഗം ബാധിക്കുന്നത് ലിംഫിനെയും അതുപോലെ പ്ലീഹാഗ്രന്ഥിയെയുമാണ്. ഹെപ്പറ്റൈറ്റിസ്, ഫാറ്റി ലിവർ, സിറോസിസ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് കരളിനെയാണ്. ഹെപ്പറ്റൈറ്റിസ്, ഫാറ്റി ലിവർ, സിറോസിസ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന അവയവം ഏതാ? കരളാണ്. പയോറിയ, ജിഞ്ചിവൈറ്റിസ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് മോണയെയാണ്. ഇതിനകത്ത് പയോറിയ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഓർത്ത് പഠിക്കുക. പയോറിയ, ജിഞ്ചിവൈറ്റിസ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് മോണയെയാണ്. മുണ്ടിനീർ ബാധിക്കുന്നത് ഉമിനീർ ഗ്രന്ഥികളെയാണ്, അല്ലെങ്കിൽ പരോട്ടഡ് ഗ്ലാൻഡുകളെയാണ്. മുണ്ടിനീർ ബാധിക്കുന്നത് എവിടെയാണ്? ഉമിനീർ ഗ്രന്ഥികളെയാണ്. സാർസ്, ബ്രോങ്കൈറ്റിസ്, സിലിക്കോസിസ്, ക്ഷയം എന്നീ രോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. സാർസ്, ബ്രോങ്കൈറ്റിസ്,
സിലിക്കോസിസ്, ക്ഷയം എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. എന്നാൽ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ജലദോഷം എന്നുള്ളത്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം ചോദിച്ചാൽ അത് ജലദോഷവും, എന്നാൽ ശ്വാസകോശം എന്ന് പറയുന്ന ഒരു അവയവത്തെ മാത്രം ബാധിക്കുന്ന രോഗമാണ് സാർസ്, ബ്രോങ്കൈറ്റിസ്, സിലിക്കോസിസ്, ക്ഷയം എന്നിവ. ഡിഫ്തീരിയ തൊണ്ടയെ ബാധിക്കുന്നു. ഡിഫ്തീരിയ അറിയപ്പെടുന്ന പേര് തന്നെ തൊണ്ടമുള്ള് എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഡിഫ്തീരിയ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? തൊണ്ടയാണ്. എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് രോഗപ്രതിരോധ വ്യവസ്ഥയാണ്. എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് രോഗപ്രതിരോധ വ്യവസ്ഥ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ടി ലിംഫോസൈറ്റുകളെയാണ് കേട്ടോ. അങ്ങനെ പറയാറുണ്ട്. എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് രോഗപ്രതിരോധ വ്യവസ്ഥയെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ടി ലിംഫോസൈറ്റുകളെയാണ്. ടൈഫോയിഡ് രോഗം ബാധിക്കുന്ന അവയവം കുടലാണ്. ടൈഫോയിഡ് രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? കുടലാണ്. ഒന്നുകൂടി പറയാം, സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ഹെപ്പറ്റൈറ്റിസ്, ഫാറ്റി ലിവർ, സിറോസിസ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന അവയവം കരളാണ്. പയോറിയ, ജിഞ്ചിവൈറ്റിസ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് മോണയെയാണ്. മുണ്ടിനീർ ബാധിക്കുന്നത് ഉമിനീർ ഗ്രന്ഥിയെയാണ്. സാർസ്, ബ്രോങ്കൈറ്റിസ്, സിലിക്കോസിസ്, ക്ഷയം എന്നീ രോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള എന്ന രോഗം ബാധിക്കുന്നത് തൊണ്ടയെയാണ്. എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് രോഗപ്രതിരോധ വ്യവസ്ഥയെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ടി ലിംഫോസൈറ്റുകളെയാണ്. ടൈഫോയിഡ് രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? കുടലാണ്. ഇത്രയും പ്രധാനപ്പെട്ട 5 ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കിയത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞൊരു 2021 മുതൽ 2025 വരെ നടന്ന 10th ലെവൽ പ്രിലിംസും അതുപോലെ തന്നെ മെയിൻസും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുന്ന സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുനിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടു പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെയും നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.